ചേട്ടാ, സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ ആരാധക പിന്തുണയുള്ള ഒരു കലാകാരനാണ് വേടൻ. എന്നാൽ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അതിര് കടക്കുന്നു എന്നൊരു ആരോപണം ഇതേ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ആരുടെയും അവകാശമാണ്. എന്നാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ വേടൻ നടത്തുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും പഴയ ജാതീയ വ്യവസ്ഥയെ പുതിയ സമൂഹത്തിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് വീണ്ടും നയിക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. എന്തൊക്കെയാണ്? ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ അധ്യാപന വൃത്തിയിലേക്ക് പോയത്. ഞാൻ പഠിപ്പിച്ച സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ കണ്ട രംഗങ്ങളുണ്ട്. ഉച്ചഭക്ഷണം അവർ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്ന കുട്ടികൾ. അവിടെ വേർതിരിവൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കുട്ടികൾക്കിടയിൽ അത്തരത്തിലൊരു വേർതിരിവ് ഇതുവരെ ഇല്ല. അവർ ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ചിലപ്പം ഒരേ കുടക്കീഴിൽ ഇരുന്ന് ഒരേ കുടക്കീഴിൽ അവർ ഈ മഴ പെയ്യുമ്പോൾ പോകും. എനിക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കുട്ടികളെ. അവരെ യാതൊരു വേർതിരിവുമില്ല. ഞാൻ പഠിപ്പിച്ച ഒരു കലാലയം വരെയുണ്ട്. അവിടെ ഒരുമിച്ച് അവരൊരു മരച്ചുവട്ടിലിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ധാരാളം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ ഒരു വേർതിരിവുണ്ടായിരുന്നു, പല സ്ഥാപനങ്ങളിലും ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു മുൻകാലഘട്ടങ്ങളിൽ. ഒരു ജാതീയമായിട്ടല്ല, ഈ പെൺ ആൺ വ്യത്യാസമുണ്ടായിരുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു വേർതിരിവ്. അപ്പം നമ്മൾ പഠിച്ചു വന്ന കാലഘട്ടത്തിലാണെങ്കിലും ആ ഒരു കുട്ടിക്കാലത്ത് അങ്ങനെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വേർതിരിവ് അതാണ്. ഈ പറയുന്ന പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ അടുത്ത് പോയിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, ഇതൊക്കെ വലിയ തെറ്റ്. ഇതാണ് വിവേചനം. അതായിരുന്നു അവസാനത്തെ വിവേചനം. അതിൽ നിന്നും മാറി ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവിടെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ച് വന്നിരിക്കും. നമ്മളതിന് പ്രത്യേകിച്ചൊന്നും പറയാറില്ല. അവർ ചിലപ്പോൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ വന്നിരിക്കാറുണ്ട്. ഒരു തലമുറയ്ക്ക് മുമ്പുള്ള, അതായത് സീനിയറായിട്ടുള്ള ചില അധ്യാപകരൊക്കെ അങ്ങനെ ഒരുമിച്ചിരുത്തി ക്ലാസ് എടുക്കരുത് എന്ന് പറയാറുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് അവിടെ പഠിപ്പിക്കാൻ വരുന്നവരൊക്കെ അതിനോടൊന്നും എതിർപ്പ് പറയാറില്ല. അവരുടെ കാര്യങ്ങളിൽ നമ്മൾ പോയി മിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇടപെടുക, ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ല. നമ്മൾ പോകുന്നു, പഠിപ്പിക്കുന്നു, വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ വിവേചനം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിവേചനം പെൺകുട്ടി ആൺകുട്ടി എന്നതായിരുന്നു. ഇപ്പോൾ അതും മാറിയിരിക്കുന്നു. ഒരു വലിയ വിവേചനങ്ങളുടെ പലതരത്തിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. പലതരത്തിലുള്ള വിവേചനം ഉണ്ടായിരുന്നു. ജാതീയമായിട്ടുള്ള വിവേചനമുണ്ടായിരുന്നു, വർണ്ണാടിസ്ഥാനത്തിലുള്ള വിവേചനമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനമുണ്ടായിരുന്നു. അതൊക്കെ മാറി ഒരു തലമുറ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വേടന് സംഭവിക്കുന്ന ഒരു കാര്യം, വേടൻ ഈ ഇത്രയും മാറി വിവേചനമില്ലാത്ത ഒരു തലമുറയെ പഴയ ആ ഒരു ജാതീയ വ്യവസ്ഥയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കഴിഞ്ഞ കാലമെല്ലാം മറന്നുകൊണ്ടിരിക്കുന്നല്ല, ഈ കുട്ടികൾക്കത് ഓർമ്മയില്ല. ഈ കുട്ടികൾക്കത് അറിയില്ല. അതൊന്നും ഓർമ്മയില്ല. അവർക്ക് ഈ പഴയ കാലഘട്ടത്തിൽ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവിടുത്തെ രാജപാതയിലൂടെ അല്ലെങ്കിൽ പൊതുപാതയിലൂടെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് നടക്കാൻ പറ്റില്ലാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെയാണ് വില്ലുവണ്ടി സമരം വരുന്നത്. വില്ലുവണ്ടി നയിച്ചുകൊണ്ട് ഒരു അരക്കയ്യൻ ബനിയനും ഇട്ട് തലപ്പാവ് ധരിച്ച് ഒരു ഒരു തമ്പുരാൻ അല്ലെങ്കിൽ ഒരു ജന്മി വരുന്ന രീതിയിൽ അദ്ദേഹം കടന്നു വന്നപ്പോൾ ആ വാഹനത്തെ, ആ വില്ലുവണ്ടിയെ തടഞ്ഞു. പ്രമാണിമാരുടെ ഗുണ്ടകൾ ഈ വില്ലുവണ്ടിയെ തടഞ്ഞപ്പോൾ ഒരു കടാരയുമായിട്ട് ഈ അയ്യങ്കാളി ചാടിയിറങ്ങി ഇതിൽ നിന്നും സൂര്യപ്രകാശം ഈ കടാരയിലേക്ക് അടിക്കുകയും അതിൽ നിന്നും തിളങ്ങിയ അത് വീശാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും വരുന്ന പ്രകാശം അത് കണ്ട് ഭയന്ന ഈ ഗുണ്ടകൾ പരക്കം പാഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. 2 കൊല്ലമാണ് നടത്തിയത്. നീണ്ട 2 വർഷം വില്ലുവണ്ടിയുമായി ഈ രാജപാതകളിലൂടെ ഇദ്ദേഹം നയിച്ചു. ഒടുവിൽ തിരുവിതാംകൂർ രാജാവിന് ഉത്തരവിടേണ്ടി വന്നു, അതായത് പൊതുപാതകൾ എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന്. അതൊരു ചരിത്രമാണ്. ഈ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല, അത് അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ്. പക്ഷേ പുതിയ കുട്ടികളിൽ അവർ മാറിക്കഴിഞ്ഞു. അവർ മാറിക്കഴിഞ്ഞു എന്നല്ല, അവരുടെ തലമുറ ഈ ജാതി വിവേചനം ഒന്നുമില്ല അവർക്കിടയിൽ. നമ്മൾ പലപ്പോഴും പഠിപ്പിക്കാൻ പോകുമ്പോൾ കാണുന്നതാണ്, ഈ കുട്ടികളെ നമ്മൾ കാണുന്നതാണ്, അവർക്ക് ഈ പറയുന്ന പോലെ വിവേചനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഇയാളൊരു കൊടുങ്കാറ്റാണ്. ഇതൊരു കൊടുങ്കാറ്റാണ്. നമ്മളത് അത് തടഞ്ഞു നിർത്തുക എന്നുള്ളത് ആരെക്കൊണ്ടും സാധിക്കുന്ന ഒന്നല്ല. ഇപ്പം നമ്മൾ ആരെങ്കിലും
ഇദ്ദേഹം ഇത് നിർത്തണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത് നിർത്തില്ല. ഈ കൊടുങ്കാറ്റ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫലിക്കും. പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്രത്തെ പഠിപ്പിച്ചു കൊടുക്കും. ആരാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ആരാണ്, ഒരു അവബോധം വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കാലഘട്ടത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ തലമുറ മാറിയിരിക്കുന്നു, ഞങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ള ഒരു ബോധം ഈ കുട്ടികൾക്കുണ്ടാവും. ആ കുട്ടികളിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാവും. ഒരു തലമുറ മാറിയിരിക്കുന്നു, ആ തലമുറയുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ ഇന്ന് തലയുയർത്തി നടക്കുന്നു എന്നുള്ള ഒരു ഒരു അംഗീകാരം ആ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകും. മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ സമരങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതാണ്, ഇവരുടെ ചരിത്രത്തെക്കുറിച്ച്, ഇവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കുട്ടികളെ ഇനിയും വിവേചനത്തിലേക്ക് തള്ളിവിടരുത്. ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു പഴയ സമര വീര്യത്തെക്കുറിച്ച് പഠിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങൾ ഇവർക്കെതിരെ പോരാടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മുന്നോക്ക സമുദായങ്ങൾക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു തുടങ്ങുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ സ്കൂളുകളിൽ വേർതിരിവ് വരും. കുട്ടികൾ, ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കിടയിലേക്ക് വലിയ വിവേചനം ഉണ്ടാകും. ഏത് സമൂഹമാണെങ്കിലും സംഘടിക്കണം. ഇപ്പോഴും ആ സിസ്റ്റത്തിന് ഒരു മാറ്റവുമില്ല എന്ന് വേടൻ പറയുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് ഇവിടുത്തെ സിസ്റ്റമാണ്, ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനമാണ് ഇവിടുന്ന് മാറേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നോക്കക്കാരനോ അല്ലെങ്കിൽ പിന്നോക്കക്കാരനോ ഒന്നുമല്ല മാറേണ്ടത്. ഇവിടുത്തെ മനുഷ്യരല്ല മാറേണ്ടത്. അദ്ദേഹം പറയുന്ന സമത്വം എന്നാണ് പറയുന്നത്. പിറപ്പിൻ്റെ വെറുപ്പ് എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞു. പിറപ്പിൻ്റെ വെറുപ്പുണ്ടായിരുന്നു, ഈ സമൂഹത്തിലുണ്ടായിരുന്നു, അതിശക്തമായ ജാതീയതയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത് പ്രതിഫലിക്കുന്നത്. സ്കൂളിലെ ക്ലാസ് മുറികളിലില്ല. സ്കൂളിലെ ക്ലാസ് മുറികളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഹോസ്റ്റൽ മുറിയിൽ പോലും ഇല്ല. കലാരംഗത്ത് പോലും ഇല്ല. മേഖലയാണ് അദ്ദേഹത്തിൻ്റെ മേഖലയാണത്. അവിടെ പോലും ഇല്ല. ഇതൊരു വല്ലാത്ത ഞാൻ പറഞ്ഞില്ല, ഇതൊരു അദ്ദേഹം ഒരു കൊടുങ്കാറ്റാണ്. അതൊരു വലിയ ശക്തിയാണ്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കൊടുങ്കാറ്റാവുന്നത്. അദ്ദേഹം കൊടുങ്കാറ്റാണ് എന്ന് പറയാൻ കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ കലയിലുള്ള കഴിവ്, അങ്ങേയറ്റത്തെ കഴിവ്. ആ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു കൊടുങ്കാറ്റായി. അതിനെ വീണ്ടും ഒരു നൂറ്റാണ്ടിന് പിന്നോട്ട് വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം പല രീതിയിൽ വിവേചനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പരാതി. വീണ്ടും ജാതീയ ചർച്ചകൾ വരുന്നു സമൂഹത്തിൽ. അത് ഈ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് പോലും അറിയാത്ത ഒരു തലമുറയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. അയ്യങ്കാളിയെക്കുറിച്ചും ഈ മറ്റ് നവോത്ഥാന നായകരെക്കുറിച്ചെല്ലാം വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് അനിവാര്യതയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ അറിയില്ല, മുഖ്യമന്ത്രി അറിയാത്തൊരു സമൂഹം, അവരിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. പഠിക്കണം, ചരിത്രം പഠിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ചരിത്രം പഠിക്കണം. കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടാകണം. അരാഷ്ട്രീയ സമൂഹം വളരാൻ പാടില്ല ഒരു കാരണവശാലും. അരാഷ്ട്രീയ സമൂഹം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ ബേസിനെ തകർത്ത് കളയും. രാഷ്ട്രീയം വേണം. രാഷ്ട്രീയമില്ലാത്ത സമൂഹം അടിസ്ഥാനമില്ലാത്തതാണ്. അതിന് ചീട്ടുകൊട്ടാരം പോലെ അത് വീണുപോകും. അതായത് രാഷ്ട്രീയമില്ലാത്തപ്പോൾ അരാഷ്ട്രീയമായി വളരുന്ന സമൂഹമാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. ലഹരിക്ക് അടിമപ്പെടുക അല്ലെങ്കിൽ ഡ്രഗിന് അടിമപ്പെട്ടു പോകുന്നത് അരാഷ്ട്രീയമായിട്ടുള്ള സമൂഹമാണ്. ഇതൊക്കെ പഠിക്കണം, കുട്ടികൾ പഠിക്കണം. പക്ഷേ അവർക്കിടയിലേക്ക് വിഷം കുത്തിവെക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്, അപ്പം എന്ത് ചെയ്യും? അപ്പുറത്തിരിക്കുന്ന കുട്ടി ഇദ്ദേഹത്തെ ഒന്ന് നോക്കിയാൽ പോലും വിവേചനം കണ്ടെത്തും. അയ്യോ, ഇത് എന്നോടുള്ള വിവേചനമാണെന്ന്. അതായത് അയാളുടെ മനസ്സിൽ കുത്തിവെച്ച് കൊടുക്കുകയാണ്. നീ താഴ്ന്ന ജാതിക്കാരനാണ്, നീ വേട്ടയാടപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി, തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ നോട്ടത്തെ പോലും സംശയിക്കും. സൗഹൃദത്തിലെ വിശ്വാസ്യത ഇല്ലാതാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഭാര്യയും ഭർത്താവും, രണ്ടുപേര്. ഈ രണ്ടുപേർക്കിടയിൽ ആർക്കെങ്കിലും ഇടയിൽ മറ്റൊരാളോട് വന്ന് പറയുന്നു, ഇയാൾ പ്രശ്നക്കാരനാണ്, ഇയാൾ ഇങ്ങനെ ഒരു കുഴപ്പക്കാരനാണ്. ആ ബന്ധം ശിഥിലമാവുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല. ഇതാണ് സംഭവിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മളെന്താ പറയുക, പറഞ്ഞു കൊടുക്കേണ്ട ഇങ്ങനൊരു മൂന്നാമതൊരാൾ വന്നു നിന്ന് ഇവർക്കിടയിൽ ഈ നിൻ്റെ അടുത്തിരിക്കുന്ന ഇന്നാൾ, അല്ലെ നിൻ്റെ ഭാര്യ, അല്ലെ നിൻ്റെ ഭർത്താവ് ഒരു കുഴപ്പക്കാരനാണ്, നിന്നെ അവൻ അടിച്ചമർത്തുകയാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയമായി. ഇത് ക്ലാസ്സുകളിൽ പോരാട്ടമായി മാറും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോരാട്ടമായി മാറും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുട്ടികൾ സംശയത്തോടു കൂടി നോക്കി തുടങ്ങും. രണ്ട് വിഭാഗമായി ഇവർ തിരിയും. ഞാനൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് പറഞ്ഞു തരിക.
രണ്ട് വിഭാഗമായി ഇവർ തിരിഞ്ഞ് ഇവർ സംശയത്തോടെ നോക്കി തുടങ്ങും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇവർ തയ്യാറാവില്ല. ഒരുമിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ ക്ലാസ് മുറിയിൽ കൊണ്ടുവന്ന ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ പലരും പല പല കറികളായിരിക്കുമല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുക. ഇതൊക്കെ ഇല്ലാണ്ടാവും. ഈ സൗഹാർദ്ദം ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിലല്ല, ക്ലാസ് മുറികളിൽ ഇതില്ലാതാകും, ഇത് നശിക്കും. വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത്. അതെ, അവരാണ് വളർന്നു വരുന്ന നാളത്തെ വോട്ടർമാർ. അവരെങ്കിലും ഈ സിസ്റ്റത്തെ തകർക്കണം. ഇപ്പോൾ ഇരിക്കുന്ന ഇത്തിരി മുകളിലോട്ട്, അതായത് ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു 50 വയസ്സ് പ്രായം കഴിഞ്ഞവരുടെ മനസ്സിലാണ് കൂടുതലും ഇപ്പോൾ ജാതി ചിന്തയൊക്കെ ഉള്ളത്. പുതിയ തലമുറയുടെ മനസ്സിൽ അതൊന്നുമില്ല. അവർ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്നതിൽ എത്ര ഈ പറയുന്ന ഈ മറ്റൊരു സമുദായങ്ങൾ പറയുന്ന, അദ്ദേഹം എതിർക്കുന്ന ഈ പറയുന്ന മുന്നോക്ക സമുദായങ്ങൾ എത്രയോ പേര് വരുന്നുണ്ട്, എത്രയോ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ വരുന്നുണ്ട്. അദ്ദേഹം എന്താണ് ഈ താഴ്ന്ന സമുദായമാണെന്ന് കരുതിയിട്ടാണോ? അല്ലെ ഞങ്ങൾ ഉയർന്ന സമുദായമാണ്, താഴ്ന്ന സമുദായത്തിൻ്റെ പാട്ട് കേൾക്കണ്ട എന്നുണ്ടോ? ഇതൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഏകദേശം ഒരു 45 വയസ്സിന് താഴെയുള്ള ഒരു തലമുറ, 50 വേണ്ട, 45 വയസ്സിന് താഴെയുള്ള ജീവിക്കുന്ന ആളുകൾ വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമൂഹമാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോട് നമുക്കൊരു എതിർപ്പുമില്ല. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു മേഖലയാണ്. ഇപ്പം ഉന്നതി എന്നാണ് കോളനിയെ വിളിക്കാൻ പാടുള്ളൂ. കോളനി എന്ന് പറയാൻ പാടില്ല, ഉന്നതി എന്നാണ് വിളിക്കാൻ പാടുള്ളൂ. ആ ഒരു ഘട്ടം, അദ്ദേഹം ജനിച്ച് വളർന്നു വന്നു, സ്കൂളിൽ പഠിച്ചു, ഒക്കെ ഒരു ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വേട്ടയാടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന് ഈ മീൻ പിടിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ വേടൻ എന്ന് വിളിച്ചു. പിന്നീട് പലരും അത് വിളിച്ചു എന്നുള്ളതാണ്. കുട്ടികൾ സ്നേഹത്തോടെയാണ് വിളിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ തലമുറ, അദ്ദേഹത്തിനൊപ്പം സമപ്രായക്കാർ സ്നേഹത്തോടെ വിളിച്ചു. അത് പിന്നെ വളർന്നു വന്നപ്പോൾ മുതിർന്നവർ അത് വിളിച്ചു തുടങ്ങി. അതായത് ഈ അന്തരമുണ്ട്, ഇത് ജനിച്ചതിൻ്റെ വലിയ അന്തരമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർ തമാശയായിട്ട് വിളിച്ചൊരു കാര്യത്തെ ഒരു മുൻ തലമുറക്കാർ അർത്ഥമില്ലാതെ വിളിക്കുന്നതും അർത്ഥത്തോടെ വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ആ തലമുറ കടന്നു പോട്ടെ, നമ്മൾ എന്തിനാണ് പുതിയ തലമുറയും അതിലേക്ക് വലിച്ചിഴക്കുന്നത്? അവരൊക്കെ അവരിൽ എല്ലാവരും ഒന്നുമില്ല, വളരെ ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും ആ ഒരു ചിന്തയിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വേടൻ മറ്റൊരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ ദളിതരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കഴിവില്ല. സ്റ്റേറ്റ്മെന്റ് അവതാരകനും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അത് ശരി, അദ്ദേഹം ഒരു അധ്യാപകനാണ്. അതെ, അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ ഞാൻ എത്രയോ കുട്ടികളെ കണ്ടിട്ടുണ്ട്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ എനിക്കറിയാമല്ലോ, വളരെ പഠിക്കാൻ സമർത്ഥരായിട്ട്. ഒരു ഘട്ടം കഴിഞ്ഞു എന്നേ, അവർ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, നിങ്ങളുടെ DNA അത് അങ്ങനെയല്ലേ പറഞ്ഞേ? നിങ്ങളുടെ DNA പഠിക്കാനുള്ള കഴിവില്ല പട്ടിക വിഭാഗക്കാരുടെ. ആര് പറഞ്ഞു? വേടൻ പറയുന്നു. അത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ നിങ്ങൾ താഴ്ന്നവരാണ്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ല, നിങ്ങൾ ഈ സമൂഹത്തിൽ തഴയപ്പെടും. സംഘടിക്കണ്ട എന്ന് പറയുന്നില്ല. അത് ആരാണെങ്കിലും സംഘടിച്ച് മാത്രമേ നമുക്കെതിരെ ഒരു അനീതി നടക്കുകയാണെങ്കിൽ നമ്മൾ സംഘടിക്കണം. ഈ ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല, നിന്നാൽ കിട്ടില്ല. പക്ഷേ നമ്മൾ സംഘടിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ആയിരിക്കണം. അല്ലാതെ ഞാൻ ഇന്ന ജാതി, മറ്റേയാൾ ഇന്ന ജാതി, ഇത് തകർക്കേണ്ട സമയം കഴിഞ്ഞു. തകർത്തെറിയണം, തൂത്തുവാരി വെളിയിൽ കളയണം. അതൊന്നും ഇല്ല ഇനി. ആ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഇത് നമ്മുടെ ഒരു മുന്നോട്ട് പോക്കിനെ അത് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ പ്രഥമ വനിത തന്നെ ഒരു അതെ, അത് പറയാൻ പാടില്ല. അതെ, അല്ല, അതൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ തിരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് അത് തിരുത്തപ്പെടണം. കഴിവുള്ള ഒരു സ്ത്രീയാണ്. അതെ, അതുകൊണ്ടാണല്ലോ പിന്നെ ബഹുമാന്യായ അവർ രാഷ്ട്രപതിയിലേക്ക് എത്തിയത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് തൂത്തെറിയണം. എൻ്റെ സിസ്റ്റം ഇതിപ്പോൾ ഒരാൾ വരുന്നു, അയാളെ എടുത്തു വെച്ച് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇതാ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇതിലേക്ക് എത്തി, ഒരു കളക്ടറായി അല്ലെങ്കിൽ ഒരു IPS-കാരിയായി, അതൊക്കെ തൂത്തെറിയണം. അങ്ങനെ വ്യത്യാസമില്ല, അങ്ങനെയുള്ള വാർത്ത പോലും കൊടുക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിവാഹം കഴിക്കുന്നതിലോ ഒന്നും ഒരു വ്യത്യാസവും പാടില്ല. അതൊക്കെ എടുത്ത് വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. തൂത്തെറിയണം. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ പോടാന്ന് പറയണം.
നീ നിൻ്റെ പണി നോക്കാൻ പറയണം. അതുതന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വരുന്ന തലമുറ ആ രീതിയിൽ വളർന്നു വരികയാണ്. നമ്മളത് കണ്ടിട്ട് എന്താ പറയുക, വലിയ സന്തോഷമാണ്. വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ ചരിത്രം പഠിക്കുമ്പോൾ എൻ്റെ തലമുറയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ എനിക്കറിയാം. നമുക്ക് നമ്മുടെ തലമുറയിൽ അങ്ങനെയൊന്നും ഒരു വേർതിരിവ് കണ്ടിട്ടില്ല. ഒരു വേർതിരിവും ആ രീതിയിൽ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നമ്മൾ ഈ പഠിച്ചു വരുന്ന സമയത്ത് എന്താ പറയുക, തമാശയായിട്ട് പേരുകൾ വിളിക്കും. എനിക്കും ഇരട്ട പേരുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ശരീരം വളരെ മെലിഞ്ഞതും തല വളരെ വലുതുമായിരുന്നു. അപ്പോൾ മറ്റുള്ളവർ എന്നെ ഒരു ഇരട്ടപ്പേര് വിളിക്കും. അത് ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പല പല പേരുകൾ വിളിക്കും. ചിലപ്പോൾ എന്താ പറയുക, ഇരട്ടപ്പേരുകൾ എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെയൊക്കെ പേരുകൾ വിളിക്കും. അപ്പോൾ ആ പേരുകളെയൊക്കെ ആദ്യമൊക്കെ ഭയപ്പെടും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അവരോട് കൂട്ടുകൂടും, അവർ നമ്മളോട് കൂട്ടുകൂടും. പല രീതിയിൽ കുട്ടികൾക്കിടയിൽ അവർ തമാശയായിട്ട് എന്താ പറയുക, ഈ പറയുന്ന പോലെ കുട്ടികളുടെ മനസ്സിലൊന്നുമില്ല, അവർ തമാശയായിട്ട് വിളിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൂട്ടുകാരെന്നുള്ള രീതിയിൽ. അതിനെ ജാതി കൊണ്ടുവച്ച് കൊടുക്കരുത് അവർക്കിടയിൽ. ഇനി ജാതിയില്ല, ജാതിയില്ലാതെ മുന്നോട്ട് പോകണം ഇവർ. അതാണ് വേണ്ടുന്നത്. ഇപ്പോൾ ഈ എന്താ പറയുക, വേടൻ പറഞ്ഞു വെക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. പല കുടുംബങ്ങളിലും ഇപ്പം എനിക്ക് അറിയാവുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുണ്ട്. അവർക്ക് 2 കുട്ടികളാണ്. ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് ഏറെക്കാലം കിടന്നിട്ടാണ് മരിച്ചുപോയത്. അവർ ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തിട്ടാണ് ആ സ്ത്രീ. പല കുടുംബങ്ങളിലും കുട്ടികൾ വളരുന്നത് അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ഈ ജാതിയെ എടുത്തു കളയണം. പിന്നെ ഈ ജാതിയെ എടുത്തു കളയണമെന്ന് പറയുമ്പം പോലെ തന്നെ അവർ അനുഭവിക്കുന്ന ഇപ്പോൾ റിസർവേഷൻ പ്രകാരം അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും ഇത് എടുത്തു കളയണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ മനസ്സിലെ ജാതി എടുത്തു കളയണം. ബാക്കിയൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. മനസ്സിലെങ്കിലും ജാതി ഇല്ലാതിരിക്കട്ടെ. ബാക്കിയൊന്നും എന്തായാലും അതൊന്നും നീക്കം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഒന്ന് നീക്കം ചെയ്യാൻ സാധിക്കുന്ന കാര്യവുമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് തെറ്റാണ്. പക്ഷേ മനസ്സിലെ ജാതി അത് കുട്ടികളിൽ എറിഞ്ഞു കൊടുക്കരുത്. വലിയ അപകടം ചെയ്യും. ശരി.